ബംഗളൂരുവിൽ മതിൽ തകർന്ന് വീണു മരിച്ച കുടുംബശ്രീ പ്രവർത്തകരായ ലതയ്ക്കും സ്മിതയ്ക്കും നാടിന്റെ ആദ്യാഞ്ജലി. രാമമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങൾ പിന്നീട് വീടുകളിലേക്ക് കൊണ്ടുപോയി. വൈകിട്ടോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ വിനോദയാത്ര പോയ ലതയുടെയും സ്മിതയുടെയും അടക്കം കണ്ണീർ യാത്രയായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത്. രാമമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുദർശനം. കുടുംബശ്രീ പ്രവർത്തകരടക്കം 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കണ്ടുനിന്നവരെല്ലാം വിതുമ്പി. മൂന്ന് പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു സ്മിത. ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്നുള്ള സംഭവമായിരുന്നു. ഇന്നലെ ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ടൂറ് പോയതാ. ആ പോണ വഴിക്ക് ഞാൻ തന്നെ കൊണ്ടുവിട്ടതും പെട്ടെന്നുള്ള സംഭവമായിരുന്നു. എന്നാ സംഭവിച്ചെന്ന് ഒരു പ്രശ്നം കിട്ടുന്നില്ല. അവിവാഹിതയായ ലത സഹോദരന്മാർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. പൊതുദർശനത്തിന് ശേഷം വീടുകളിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ മതാചാരപ്രകാരം സംസ്കരിച്ചു. ബംഗളൂരു ബൗറിംഗ് ആശുപത്രിയുടെ മതിൽ തകർന്നു വീണ് 7 പേർ മരിച്ച സംഭവത്തിൽ കർണാടക സർക്കാരിന്റെ ഉന്നതതല അന്വേഷണം തുടങ്ങി. പരിക്കേറ്റ 3 മലയാളികൾ അടക്കം ചികിത്സയിൽ തുടരുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.